സംവാദേ വൈശാഖശ്രേഷ്ഠത്വ നിരൂപണം നാമ പഞ്ചമോധ്യായഃ. നമുക്ക് അതായത് വൈശാഖത്തിന്റെ മാഹാത്മ്യം പ്രതിപാദിക്കുന്ന അതുതന്നെയാണ് പേര് പോലെ തന്നെ വൈശാഖ മാഹാത്മ്യം. അതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രഭാഷണം ചെയ്ത ആചാര്യന്മാര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളിൽ വെച്ച് അതിപ്രാധാന്യമുള്ള മാസം തന്നെയാണ് വൈശാഖ മാസം. നമുക്ക് കടക്കാം. അംബരീഷ ഉവാച വൈശാഖ സർവധർമ്മേഭ്യസ്തപോ ധർമ്മേഭ്യ ഏവ ച സകഥം സർവമാസേഭ്യോ ദാനേഭ്യോപ്യധികോ ഭവൽ. നമുക്കറിയാം അംബരീഷനും അതുപോലെ തന്നെ നാരദനും തമ്മിലുള്ള സംവാദം അതുതന്നെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ആ ഒരു അംബരീഷൻ രാജാവിന്റെ സംശയത്തിന് മറുപടി പറയുന്ന രീതിയിലാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്കറിയാം എല്ലാവരുടെയും ആ സംശയത്തിൽ നിന്നാണ് പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അറിയുന്നത്. അങ്ങനെ നമുക്ക് പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാം ആ കൗതൂഹലം സംശയത്തിൽ നിന്നും അവരെക്കാളും കൂടുതൽ ഇല്ലെങ്കിൽ വിവരമുള്ളവര് പറഞ്ഞ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ വൈശാഖ സർവധർമ്മേഭ്യസ്തപോ ധർമ്മേഭ്യ ഏവ ച സകഥം സർവമാസേഭ്യോ ദാനേഭ്യോ അപ്യധികോ ഭവേൽ. മാസങ്ങളിൽ വെച്ചിട്ട് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പ്രാധാന്യം വൈശാഖ മാസത്തിലുണ്ട്. അതില് ഈ ധർമ്മത്തിനും അതുപോലെ തന്നെ തപസ്സിനും ദാനത്തിനും ഒക്കെ പ്രാധാന്യം. സർവധർമ്മേഭ്യോ തപോ ധർമ്മേഭ്യ ഏവ ച സകഥം സർവമാസേഭ്യോ ദാനേഭ്യോ, അതിലൊക്കെ വെച്ചിട്ട് തപസ്സിലും ദാനത്തിലും ധർമ്മത്തിലും ഒക്കെ വെച്ചിട്ട് ഈ ദാനത്തിനാണ് അധികം പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. നാരദ ഉവാച തദ്വക്ഷ്യാമി മഹാപ്രാജ്ഞാ ശൃണു ജൈകമനാഭവ കൽപ്പാന്തേ ദേവരാങ് വിഷ്ണു ശേഷശായി മഹാപ്രഭു. അതായത് ഈ പറയുന്ന കാര്യങ്ങള് വളരെ ഏകാഗ്രതയോടുകൂടി കേട്ടാലും എന്നാണ് ആദ്യം തന്നെ നാരദൻ പറയുന്നത്. ഈ ഉപാസനക്കും മറ്റ് വൈഷ്ണവ ആരാധനയ്ക്കും ദാനങ്ങൾക്കും ഒക്കെയുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മാസം തന്നെ വൈശാഖ മാസം. പൗർണമി ദിനത്തില് വിശാഖ നക്ഷത്രം വരുന്നു. അതുകൊണ്ടാവാം വൈശാഖം എന്ന ഒരു പേര് ഈ ഒരു മാസത്തിന് വരാനുള്ള കാരണം. വിശാഖ താരകായുക്ത വൈശാഖി പൂർണിമ ഭവേത് എന്ന് ശബ്ദതാരാവലിയിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കന്ദപുരാണത്തിൽ വൈഷ്ണവ ഖണ്ഡത്തിലാണ് ഈ വൈശാഖ മഹാത്മ്യം പ്രതിപാദിക്കുന്നത്. ഈ മാസത്തില് പ്രത്യേകിച്ച് സ്നാനത്തിനും ദാനത്തിനും ഹോമത്തിനും സഹസ്രനാമാദി ജപത്തിനും ഉപാസനയ്ക്കും വൈഷ്ണവ ആരാധനയ്ക്കും ഒക്കെ അതിപ്രാധാന്യമുള്ള ഒരു മാസം തന്നെയാണ്. അതുകൊണ്ടാണ് സകഥോ സർവമാസേഭ്യോ ദാനേഭ്യോ അപ്യധികോ ഭവേത്. ഈ ധർമ്മത്തിനും തപസ്സിനും ഹോമത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. അതിൽ വെച്ചിട്ട് ദാനത്തിനാണ് പ്രാധാന്യം. ആ ദാനങ്ങളിൽ വെച്ചിട്ടോ ജലദാനത്തിനാണ് അത്രേ കൂടുതൽ പ്രാധാന്യം. അതിനുശേഷം ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത് ഈ വൈശാഖ മഹാത്മ്യത്തിലെ പഞ്ചമം, ഈ 5-ാമത്തെ അധ്യായത്തില് ആദ്യം തന്നെ പ്രതിപാദിക്കുന്നത് സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ ഇതിൽ പറയുന്നത്. കൽപ്പാന്തേ ദേവരാങ് വിഷ്ണു ശേഷശായി മഹാപ്രഭു കുക്ഷിസ്ഥ ലോകസംഘോയം സശേദേ പ്രളയാർണവേ അനേകോ ഹ്യേകതാം പ്രാപ്യ ഭൂതിർഭിർയോഗമായ നിമേഷസ്യാവസാനേതു ശ്രുതിഭിർബോധിസന്തമ. അതായത് ഒരു യുഗാന്ത്യത്തിൽ പ്രളയം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ മനസ്സിൽ കൽപ്പിക്കുക. അതിനുശേഷം പ്രപഞ്ചം ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതാണ് ഈ ആദ്യ ഭാഗത്ത് നിന്ന് പ്രതിപാദിക്കുന്നത്. അതായത് ഈ യുഗാന്ത്യത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയില് ദേവന്മാര് എല്ലാവരും കൂടി ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും അതിനുശേഷം
മറ്റ് സ്തുതികളും കൊണ്ടും അതുപോലെ തന്നെ വേദ സ്തുതികൾ കൊണ്ടും ശ്രുതിഭിർ ബോധിസത്തമ, ഈ ദേവന്മാരും ഋഷിവര്യന്മാരും എല്ലാവരും കൂടി ഒരു പ്രാർത്ഥിക്കുകയും അതിനുശേഷം പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഉറങ്ങിക്കിടക്കുന്ന മഹാവിഷ്ണുവിനെയാണ് ഇവരെല്ലാവരും കൂടി സ്തുതിക്കുന്നത്. ഇവരുടെ സ്തുതികൾ കൊണ്ട് ഈ മഹാവിഷ്ണു ഉണരുകയും അവരുടെ രക്ഷയ്ക്കായി പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുകയും ചെയ്തു. കുക്ഷിസ്ഥ ജീവസംഘാനം രക്ഷാം ചക്രേദയാ നിധി. ഇവിടെ പറയുന്നത് ഇവരുടെ പ്രാർത്ഥന മൂലം കുക്ഷിസ്ഥ ജീവസംഘാനം രക്ഷാം ചക്രേദയാ നിധി തത്തത് കർമ്മഫലപ്രാപ്തി സൃഷ്ടിം സ്രഷ്ടും മനോ ദധേ. അതായത് മഹാവിഷ്ണു ഉണർന്ന് ആ മഹാവിഷ്ണുവിനെ ഇവരെ രക്ഷിക്കാനായിക്കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ആലോചിക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. തസ്യ നാഭേരഭൂത് പത്മ സൗവർണം ഭുവനാശ്രയം. ഇവരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന പത്മനാഭനായിട്ട് നമുക്ക് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ ഭഗവാൻ സർവലോക രക്ഷയ്ക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു സൗവർണം, തസ്യ നാഭേരഭൂത് പത്മ സൗവർണം ഭുവനാശ്രയം എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും ഒരു സ്വർണ കമലം അല്ലെങ്കിൽ സ്വർണ താമര ഉണ്ടായി അത്രേ. അതിൽ നിന്ന് ബ്രഹ്മാണം ജനയാമാസ വൈരാജം പുരുഷാഹ്വയം. അതിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും ഒരു സ്വർണ കമലം ഉണ്ടാവുകയും അഥവാ സ്വർണ താമര ഉണ്ടാവുകയും ആ താമര എങ്ങനെയുള്ള താമരയാണ്? സാധാരണ താമരയല്ല, സൗവർണം, സുവർണം അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു താമരയാണ് ഈ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉണ്ടായത്. ആ താമരയിൽ നിന്നും ആരുണ്ടായി? ബ്രഹ്മാണം ജനയാമാസ വൈരാജം പുരുഷാഹ്വയം. ബ്രഹ്മാവുണ്ടായി അത്രേ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഈ ഈ എല്ലാവരുടെയും സൃഷ്ടിക്ക് ഉള്ള അല്ലെങ്കിൽ സൃഷ്ടിദേവൻ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവ് ഉണ്ടായി. പക്ഷേ അത് മഹാവിഷ്ണുവിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവും ഉണ്ടായത് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൈരാജം പുരുഷാഹ്വയം. ഈ ബ്രഹ്മാവ് വിരാൾ സ്വരൂപം, നമുക്ക് വിരാൾ സ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ അത് അത്രയധികം, അതിന് അത്രയ്ക്കൊന്നും എനിക്ക് വിവരില്ല. എന്താ വെച്ചാൽ അത്രയധികം ഈ വിരാൾ സ്വരൂപത്തെ വർണ്ണിക്കണമെങ്കിൽ പണിയുണ്ട്, അല്ലെങ്കിൽ വർണ്ണിക്കാൻ വാചാമഗോചരം എന്നത് വാക്കുകൾ കൊണ്ട് പറയാൻ വിഷമമാണ്. സഹസ്രശീർഷാ പുരുഷ സഹസ്ര അക്ഷസഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠ ദശാങ്കുലം. അതായത് 1000 കണ്ണുകളുള്ള അല്ലെങ്കിൽ 1000 കൈകളുള്ള അങ്ങനെയുള്ള ഒരു പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം, അതാണ് ഈ വിരാൾ സ്വരൂപം എന്ന് പറയുന്നത്. ഈ വിരാൾ സ്വരൂപം ഉണ്ടായത് ബ്രഹ്മാവിൽ നിന്നും, ഈ ബ്രഹ്മാവിൽ നിന്നാണ് വിരാൾ സ്വരൂപം ഉണ്ടായത് എന്നും ഇവിടെ പറഞ്ഞു. തസ്മിൻ സസർജ ഭഗവാൻ ഭുവനാനി ചതുർദശ. ഈ വിരാൾ സ്വരൂപം എന്താ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനാനി ചതുർദശ, ആദ്യം തന്നെ 14 ലോകം ഉണ്ടാക്കുകയാണ് ചെയ്തത്. 14 ലോകം. അത് ഏതൊക്കെയാണ് ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല, വിതല, സുതല, നിതല, മഹാതല, രസാതാല,
രസാതല, പാതാളം, ഭൂർലോകം, ഭൂർലോകം, സ്വർലോകം, തപലോകം, ജനലോകം, തപലോകം, സത്യലോകം. ഇങ്ങനെ 14 ലോകങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കൂടാതെ പിന്നെ എന്താ ഉണ്ടാക്കിയത്? ഭിന്നകർമാശയാൻ പ്രാണിൻ സംഘാശ്ച വിവിധാൻ ബഹൂൻ ത്രിഗുണാൻ പ്രകൃതിം ലോകേ മര്യാദശ്ചാധിപം തഥാ. അതായത് പിന്നീട് ജീവജാലങ്ങളെ ഉണ്ടാക്കി. ലോകം സൃഷ്ടിച്ചതിന് ശേഷം ജീവജാലങ്ങളെ ഉണ്ടാക്കുകയും പ്രാണി ജീവജാലങ്ങളെയും വിവിധങ്ങളായിട്ടുള്ള വിവിധാൻ ബഹൂൻ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ധാരാളം പ്രാണികളെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പിന്നെയോ ത്രിഗുണാൻ പ്രകൃതിം ലോകേ മര്യാദശ്ചാധിപം തഥാ. ത്രിഗുണങ്ങൾ ഉണ്ടാക്കി. അതേതൊക്കെയാ ത്രിഗുണങ്ങള്? സത്വം, രജസ്, തമസ്. ഇങ്ങനെ 3 ഗുണങ്ങളും ഉണ്ടാക്കി. എന്താ? ആദ്യം 14 ലോകങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം ജീവജാലങ്ങളെയും വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെയും മറ്റും ഉണ്ടാക്കി. അതിനുശേഷം ത്രിഗുണങ്ങളും സൃഷ്ടിച്ചു. പിന്നെയോ വർണ്ണാശ്രമ വിഭാഗാംശ്ച ധർമ്മക്ലപ്തിം ച സോ കരോത് വേദൈഃ ചതുർഭിസ്തത്രൈശ്ച സഹിതാൻ സ്മൃതിഭിസ്തഥാ പുരാണൈഃ ഇതിഹാസൈശ്ച സ്വാജ്ഞരൂപൈർമഹേശ്വരാഃ. ത്രിഗുണങ്ങളും മാത്രമല്ല ഉണ്ടാക്കിയത്, കൂടാതെ വർണ്ണാശ്രമങ്ങൾ ഉണ്ടാക്കി. വർണ്ണങ്ങള് ഏതൊക്കെയാണ്? ചതുർവർണ്ണങ്ങള്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇങ്ങനെ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കി. ആശ്രമങ്ങൾ ഉണ്ടാക്കി. അത് പുരുഷ സൂക്തത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യഃ കൃത ഊരു തദസ്യ യദ്വൈശ്യ പദ്ഭ്യാവും ശൂദ്രോ അജായത. പുരുഷ സൂക്തത്തില് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അധികം വ്യക്തമായി പറയുന്നുണ്ട്. ആ വിരാട് സ്വരൂപത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ പുരുഷ സൂക്തത്തില് പ്രതിപാദിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് പറഞ്ഞത് എന്ന് നമുക്ക് അത് വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വർണ്ണാശ്രമങ്ങള് ഒക്കെ ഉണ്ടാക്കി, വിഭാഗങ്ങൾ ഉണ്ടാക്കി. അത് മാത്രമല്ല, ഉണ്ടാക്കിയത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, പിന്നെയോ അവർക്ക് ഓരോരോ ധർമ്മങ്ങളും കൽപ്പിച്ചു കൊടുത്തു. ധർമ്മക്ലപ്തിം ചസോ കരോത് വേദൈഃ ചതുർഭിസ്തത്രൈശ്ച സഹിതാൻ സ്മൃതിഭിസ്തഥാ. കൂടാതെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ വേദങ്ങൾ ഉണ്ടാക്കി, 4 വേദങ്ങൾ ഉണ്ടാക്കി. പിന്നെയോ സ്മൃതി ഉണ്ടാക്കി, പുരാണങ്ങൾ ഉണ്ടാക്കി, ഇതിഹാസങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കുകയും ഈ വിരാട് സ്വരൂപം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹിതാൻ സ്മൃതിഭിസ്തഥാ പുരാണൈരിതിഹാസൈശ്ച സ്വാജ്ഞാരൂപൈർമഹേശ്വര ഋഷീൻ പ്രവർത്തകാംശക്രേ ധർമ്മഗുപ്ത്യൈ മഹാപ്രഭു. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋഷിവര്യന്മാരെയും മറ്റേയും നിയോഗിച്ചു, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെയോ തൈഹി പ്രവർത്തിധർമാസ്തു വർണ്ണാശ്രമ വിഭാഗജാഹ പ്രജാഹ ശ്രദ്ധധിരേ സർവാഹ സോജിതാൻ വിഷ്ണുതോഷദാൻ. അതായത് നേരത്തെ പറഞ്ഞു, ഈ വർണ്ണാശ്രമങ്ങള് ഉണ്ടാക്കാൻ വേണ്ടി ഋഷിവര്യന്മാരെയും മറ്റും നിയോഗിക്കുകയും അവര് ഓരോരോ ആൾക്കാർക്ക് വേണ്ടുന്ന ഈ വർണ്ണ വ്യവസ്ഥയിൽ അവരുടെ ധർമ്മങ്ങൾ ഒക്കെ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രജാഹ ശ്രദ്ധധിരേ സർവാഹ സോജിതാൻ വിഷ്ണുദോഷദാൻ. അതായത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഋഷിവര്യന്മാരെയും മറ്റും ഭഗവാൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കൂടാതെയോ പ്രജാഹ ശ്രദ്ധധിരേ സർവാഹ സോജിതാൻ വിഷ്ണുദോഷദാൻ താംസ്തു പ്രവർത്തമാനാംസ്തു സ്വാശ്രമാൻ ദ്രഷ്ടുമീശ്വര.
അതായത് ഹൃദിസ്ഥോ അഭ്യവ്യയ സാക്ഷാത് വിഭീഷാർത്ഥം പരീക്ഷയ അനൂനാൻ കുശലാന്യത്ര ധർമാൻ കുർവന്തി വൈ പ്രജാഹ. ഇത് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഓരോരോ ആൾക്കാരെയും ഏൽപ്പിക്കുകയും മാത്രമല്ല ഭഗവാൻ ചെയ്തത്, കൂടാതെ ഈ പ്രജകളുടെ ഓരോരോ കാര്യങ്ങളും മറ്റും അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടത്തേക്ക് വരികയും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കൂടെ, ശ്രദ്ധിക്കാൻ വരികയും ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഇവിടെ വളരെ പ്രജാഹ ശ്രദ്ധതിരേ സർവാഹ സ്വാജിതാൻ വിഷ്ണുദോഷതാൻ താൻസ്തു പ്രവർത്തമാനാംസ്തു സ്വാശ്രമദ്രാഷ്ടു ദ്രഷ്ടുമീശ്വര. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരുന്നുണ്ട് എന്നും കൂടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ താംസ്തു പ്രവർത്തമാനാംസ്തു സ്വാശ്രമാൻ ദ്രഷ്ടുമീശ്വര ഹൃദിസ്ഥോ അഭ്യവ്യയ സാക്ഷാത് വിഭീഷാർത്ഥം പരീക്ഷയ അനൂനാൻ കുശലാന്യത്ര ധർമ്മം കുർവന്തി വൈ പ്രജാഹ. ഈ പ്രജകളൊക്കെ ധർമ്മം പരിപാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സകാല കോ ഭവേത് വിദ്വാനിതി സർച്ചിത യത് പ്രഭു വർഷകാലോ മയാ സൃഷ്ട സീദന്ത്യംസ്ത ഇമാ പ്രജാഹ തത്രാനൂനാത്ര കുർവന്തി ധർമാൻ പങ്കാതുപാദ്യയു. പക്ഷേ ഇവിടെ ഭൂമിയില് ഭഗവാൻ വരികയും ഈ പ്രജകൾക്കൊക്കെ സൗഖ്യം തന്നെയാണോ എന്ന് അറിയാൻ വന്നിട്ട് ഭഗവാനെ അത് വേണ്ടതുപോലെ അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ടതുപോലെ ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ധർമ്മത്തിൽ നിന്നൊക്കെ വ്യതിചലിക്കുകയാണ് ഉണ്ടായത്. താംസ്തു പ്രവർത്തമാനാസ്തു സ്വാശ്രമാൻ ദ്രഷ്ടുമീശ്വര ഹൃദിസ്ഥോ അപ്യവ്യയ സാക്ഷാത് വിഭീഷാർത്ഥം പരീക്ഷയ. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നത്. അനൂനാൻ കുശലാന്യത്ര ധർമാൻ കുർവന്തി വൈ പ്രജാഹ സകാലകോ ഭവേത് വിദ്വാനിതി തം ചിന്തയൻ പ്രഭു വർഷകാലോ മയാ സൃഷ്ട സീദന്ത്യസ്ത ഇമാ പ്രജാഹ തത്ര നൂനം ന കുർവന്തി ധർമാൻ പങ്കാദ്യുപദ്രുതാഹ. അതിനുശേഷം വർഷകാലോ മയാ സൃഷ്ട, മയാ വർഷകാലോ സൃഷ്ട, ഞാൻ വർഷകാലം ഉണ്ടാക്കി, പ്രജകൾക്ക് വേണ്ടിയിട്ട് വർഷകാലം ഉണ്ടാക്കി. തത്ര നൂനം ന കുർവന്തി ധർമാൻ പങ്കാദ്യുപദ്രത. വർഷകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഴയുണ്ടാവും, പക്ഷെ അവിടെയും ഭഗവാന് വിഷമാണ് ഉണ്ടായത്. എല്ലാവരും ഈ വർഷകാലത്തിൽ ചെളിയിൽ പെടുകയാണ് ചെയ്തത്. പിന്നെയോ താൻ ദൃഷ്ട്വാ കോപ ഏവാസ്യാത്തേഷു തുഷ്ടിർണമേ ഭവേത്. ഇതൊക്കെ കണ്ടിട്ട് ഭഗവാന് കോപം തന്നെയാണ് ഉണ്ടായത് എന്നാണ് അടുത്തത് പറഞ്ഞത്. മയേക്ഷിതാന സീതന്തു തസ്മാത്താൻ അവലോകയേ ശരദ്യതി തഥാപൂർത്തി കർഷപാത്രൈവ ജായതേ കേചിത് ഫലാസക്താഹ കേചിത് വൃഷ്ടിഭിരർദിതാഹ കേചിത് ശിതാർദിതാഹ രാജം സ്ഥാൻ ദൃഷ്ട്വാ രോഷ ഏവമേ. അതായത് ഈ ഭഗവാൻ ശരത്കാലത്തിലൊക്കെ വയലിലേക്കും മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് അവരൊന്നും ധർമ്മം പരിപാലിക്കുന്നില്ല. എല്ലാവരും ചിലവര് ഫലം ശരദ്യതി തഥാപൂർത്തി കർഷ പശ്യമാനസ്യ നമേ ദോഷോ അഭിജായതേ. അതായത് എല്ലാവരും ഈ ധർമ്മം പരിപാലിക്കാത്ത ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ എല്ലാവരും ശരത്കാലത്ത്, നമുക്കറിയാം ശരത്കാലത്ത് ഫലമൊക്കെ ഉണ്ടാവും, അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് മഴ കാരണം അതൊന്നും പോലെ ശരിയാവുന്നില്ല. പിന്നെയോ കേജിച്ചിതാർത്ഥിത രാജം ദൃഷ്ട്വാ രോഷ. ഇതൊക്കെ കണ്ടിട്ട് ഭഗവാന് ഭയങ്കര രോഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. രോഷ ഏവമേ വൈഗുണ്യം പശ്യമാനസ്യ നമേ ദോഷോ അഭിജായതേ ഉത്ഥാപനം തു നേഷ്യന്തി
പ്രാതർ ഹേമന്ത ആഗതേ. ഹേമന്തം വരുന്ന സമയത്തും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ ആരും എഴുന്നേൽക്കുന്നില്ല, രാവിലത്തെ സമയത്തൊന്നും എണീക്കുന്നില്ല. കോപോ മേനുത്ഥിതാൻ ദൃഷ്ട്വ പ്രാതഃ സൂര്യോദയേ സതി. സൂര്യോദയത്തിലൊന്നും ആരും എഴുന്നേൽക്കുന്നില്ല. ഇന്നത്തെ എല്ലാവരുടെയും അവസ്ഥ പോലെ തന്നെയാണ്. ആരും ഉദയത്തിലൊന്നും എണീക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് ഇത് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂല. അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെയുള്ള മാഹാത്മ്യ അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് കേവലം വായിച്ചു പോവാതെ, അല്ലെങ്കിൽ അർത്ഥം പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഇവിടെ അർത്ഥം പറഞ്ഞാൽ മതി. പക്ഷെ ഇതിന്റെ അർത്ഥം പറയുന്നത് എന്തുകൊണ്ടാണ്? അത് എല്ലാവർക്കും അതിന്റെ ഒരു കാര്യം മനസ്സിലാവണം. ഇവിടെ ഇപ്പോ ഞാനിപ്പോ ഈ വായിച്ച് അർത്ഥം പറഞ്ഞ സമയത്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇത് തന്നെയാണ് അവസ്ഥ. കാലാവസ്ഥ എന്താ? ഇപ്പോ മഴക്കാലത്ത് വെയില് കാലത്ത് മഴ, എന്താ ചൂട് കാലത്ത് പിന്നെ ഭയങ്കര അമിതമായിട്ടുള്ള ചൂട്, അതുപോലെ തന്നെ ചൂട് കാലത്ത് ചിലപ്പോ ഭയങ്കര വർഷം മഴ, പിന്നെന്താ തണുപ്പ് കാലത്ത് തീരെ തണുപ്പില്ലാത്ത അവസ്ഥ, തന്മൂലം ഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉള്ള അവസ്ഥ. അപ്പൊ ഭഗവാന് വേഗം ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്ന് എപ്പോഴാണ് ഭൂമിയിൽ അവതരിക്കുക എന്ന് മാത്രമേ സംശയമുള്ളൂ. അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെയോ അതേപോലെ രാവിലെ ആരും എഴുന്നേൽക്കുന്നില്ല, ജപങ്ങളോ സ്വാധ്യായങ്ങളോ ഒന്നും ഇല്ല, മറ്റുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുക. ഈ നമ്മളുടെ ഭഗവാൻ ധർമ്മം ഓരോരോ ആൾക്കാരെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഋഷിവര്യന്മാരെ അതിനു വേണ്ടി നിയോഗിച്ചു. അവര് വ്യക്തമായും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മളൊന്നും ഇത് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോ കാണാൻ വേണ്ടി സാധിക്കും. അച്ഛൻ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ മകൻ അച്ഛനെ ബഹുമാനിക്കാത്ത അവസ്ഥ, ഗുരുവിനെ ശിഷ്യൻ ബഹുമാനിക്കാത്ത അവസ്ഥ, ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കാത്ത അവസ്ഥ, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കാത്ത അവസ്ഥ, തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ ഒരു ധർമ്മച്യുതി തന്നെയാണ് പറയുന്നത്. ഈ കാര്യം തന്നെ ഇത് തന്നെയാണ് ഭഗവാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ കണ്ട ഒരു അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് പോവാം. പിന്നെയോ പുനഃ സീതാർദിതാ പ്രാതഃ സ്നാനാർത്ഥമിതി ചിന്തിതാഃ തേഷാം തു കർമ്മലോപഃ സ്യാത്രൈവ പൂർത്തിഃ കഥഞ്ജന പ്രേക്ഷായാഃ സമനോ ഇതി ചിന്താകുലോ വിഭു വസന്തസമയം മേനെ സർവാപത്തി നിവാരകം. ഇതൊക്കെ കർമ്മലോപത്തെയാണ്. തേഷാം തു കർമ്മലോപസ്യാന്നൈവ പൂർത്തിഃ കഥഞ്ജന. ഇതൊക്കെ കർമ്മലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ചിന്ത. അതായത് ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ഒരു ഇതിൽ വീണ്ടും 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 ഇതിൽ പറയുന്നുണ്ട്. അതായത് കോപം എന്നുള്ള ഒരു വാക്ക് പലപ്പോഴായിട്ട് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ കോപം ഉണ്ടാവുകയും തന്നിമിത്തമായിട്ടാണ് ഈ കർമ്മലോപത്തിന് വേണ്ടിയിട്ട്, ഈ കർമ്മലോപം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് സുകൃതം ഉണ്ടാവാൻ ഉള്ള ഒരു മാർഗം, അത് തന്നെയാണ് ഈ വൈശാഖത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? വൈശാഖ മാസം ആചരിക്കുന്നത് സുകൃതക്ഷയം എന്നുള്ള അവസ്ഥയിൽ നിന്നും നമുക്ക് സുകൃതം ഉണ്ടാവാനും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കർമ്മത്തിൽ സംഭവിക്കുന്ന ലോപങ്ങൾക്ക് പരിഹാരമായിട്ടും
ആണ് ഈ വൈശാഖത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവാരാധനയായിക്കൊള്ളട്ടെ, ചക്രാബ്ജ പൂജ, കാല് കഴുകിച്ചൂട്ടൊക്കെ പഴയ കാലത്തൊക്കെ ഈ അക്ഷയ തൃതീയ തുടങ്ങിയിട്ടുള്ള സമയത്തൊക്കെ ചെയ്യാറുണ്ട് പഴയ കാലത്ത്. അതേപോലെ തന്നെ വൈശാഖ മാസത്തിലൊക്കെ ഈ ചക്രാബ്ജ പൂജയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് എന്താ അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങിക്കുക, ജ്വല്ലറികളിൽ പോവുക, സ്വർണം വാങ്ങിക്കുക മാത്രമായിട്ട് ഒതുങ്ങിയിട്ടാണുള്ളത്. പക്ഷെ ഈ വൈശാഖ മാസത്തിൽ ഒരു കാലത്ത് അതേപോലെ തന്നെ ധാരാളം ഉപനയനം കഴിഞ്ഞ ഉണ്ണികൾ ഉണ്ടാവും. അവർക്കൊക്കെ ഈ കുടുക്കയില് ജലം നിറച്ചിട്ട് അതിൽ തുളസിപ്പൂവൊക്കെ ഇട്ട് ജലദാനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ അത് കർമ്മരൂപം തന്നെ നമുക്ക് കാണാം. ബ്രഹ്മചാരികളെ കാണാനില്ല. ആ ബ്രഹ്മചാരികളെ കാണാനില്ല. ബ്രഹ്മചാരിക്ക് കൊടുക്കാനും പറ്റില്ല. എന്തായാലും കൊടുക്കാൻ ആർക്കും തോന്നുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അതൊക്കെ കർമ്മലോപം തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിനൊക്കെ ഇനി നമുക്കൊരു ഭഗവാൻ ആലോചിച്ചു എന്താണ് ഇനി ഇതിനൊരു പരിഹാരം. അത് തന്നെയാണ് ഇപ്പോ നമ്മൾ ഈ ഒരു വൈശാഖ മഹാത്മ്യ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ, ഇനി എങ്ങനെയാണ് ഈ കർമ്മലോപങ്ങൾക്ക് പരിഹാരം എന്താണ് അതറിയാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഭാഷണ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും. അപ്പോ ഭഗവാൻ ആലോചിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതും ഒരേപോലെയുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോ എന്നാണ് പറഞ്ഞു വരുന്നത്. പ്രേക്ഷായാഹ സമയോ നായാമിതി ചിന്താകുലോ വിഭു വസന്തസമയം മേനെ സർവ ആപത്തി നിവാരണം. മൊത്തത്തില് ഈ ആപത്തിനൊക്കെ നിവാരണം എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇതിനൊക്കെ പരിഹാരം എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഭഗവാനെ എന്നുള്ള ഒരു അവസ്ഥ, അത് തന്നെയാണ് ഇപ്പോ ഉള്ള ഒരു അവസ്ഥ. അതിന് എന്താണ് പരിഹാരം എന്നാണ് ഇനി വരുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സ്നാനേ ദാനേ തഥായാഗേ ക്രിയായാം ഭോഗയേവ ച നാനാധർമ്മവിധാനേ ച ഹ്യനുകൂലോ ഹ്യയം ഋതുഃ അപ്രയാസേന ലഭ്യാനി ദ്രവ്യാണ്യസുഭൃതം ധ്രുവം യേന കേനച ദ്രവ്യേണ തുഷ്ടിസ്തനുഭൃതം ഭവേത് വിഷ്ണോരാധാരഭൂതാനാം തദ്ദ്രവ്യം ധർമ്മസാധനം വസന്തേ സകലം ദ്രവ്യം പ്രാണിനാം തു സുഖാവഹം ദാനയോഗ്യം ധർമ്മയോഗ്യം ഭോഗയോഗ്യം തു സർവശഃ നിർധനാനാം തു പങ്ക്വാതിവികലാനാം മഹാത്മനാം ദ്രവ്യാണി ച സുലഭ്യാനി ജലാദീനി ന സംശയഃ ദ്രവ്യൈരേതൈഃ സ്വാത്മഹിതം ധർമ്മേ കുർവന്തി മത്പ്രിയാഃ പത്രൈഃ പുഷ്പൈഃ ഫലൈരന്യൈഃ ശാഖൈശ്ചാപി പ്രിയോക്തിഭിഃ. അതായത് എന്താണ് പരിഹാരം എന്നുള്ള കാര്യത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സ്നാനം ദാനേ തഥായാഗേ. ഈ വൈശാഖ മാസത്തിൽ കുളി, സ്നാനം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായിട്ട് ആദ്യം പറയുന്നത് അത് തന്നെയാണ്. സ്നാനം തന്നെയാണ് ഈ വൈശാഖ മാസത്തില് വിശേഷമായിട്ടുള്ള സ്നാനം ചെയ്യാം. എന്താ വെച്ചാൽ തീർത്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കുളിക്കുന്ന കുളങ്ങളിലും തടാകങ്ങളിലും പുഴകളിലും ഒക്കെ സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഈ വൈശാഖ മാസത്തിൽ ഉണ്ടാവുമത്രേ. അപ്പോ ഈ ഒരു സമയത്ത് വിശേഷാൽ നടത്തുന്ന സ്നാനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അതിന് കാരണം എന്താ, ഈ തീർത്ഥങ്ങളും ഏതാ സപ്ത തീർത്ഥങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സമയത്ത് കുളങ്ങളിലും പുഴകളിലും ഒക്കെ ഒരു ചൈതന്യം
ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ്, ഇന്നത്തെ ഭാഷയിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലാണല്ലോ മനസ്സിലാവുക. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. രാവിലെ ഈ സൂര്യോദയത്തിന് തൊട്ട് മുന്നേ തന്നെ എഴുന്നേൽക്കുക. എന്നിട്ടോ ഈ ഒരു വിശേഷമായിട്ടുള്ള സ്നാനം ചെയ്യുക. പിന്നെയോ സ്നാനേ ദാനേ, പിന്നെയുള്ളത് ദാനം തന്നെയാണ്. അതായത് ദാനത്തിന് അത്രയധികം പ്രാധാന്യം നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വൈശാഖത്തില് ഉണ്ട്. അതൊക്കെ ഇന്നലത്തെയും മിനിയാനത്തെയും അതിന്റെ തലേനാളത്തെയും ഒക്കെ പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ. പക്ഷെ എങ്കിലും ഇതെന്റെ ഭാഗമായതുകൊണ്ട് ഒന്നും കൂടെ പറയുക എന്ന് മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുക. പിന്നെയോ യാഗേ ക്രിയായാം ഭോഗയേവജ നാനാധർമ്മ വിധാനേ ചഹ്യനുകൂലു ഹേയു. അതായത് ഈ പിന്നെ യാഗം എന്നൊക്കെ പറയുന്നത് വിശിഷ്ടമായിട്ടുള്ള ക്രിയകളെ മാത്രം എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി. അല്ലാണ്ട് സോമയാഗം, മതിരാത്രം തുടങ്ങിയിട്ടുള്ള യാഗങ്ങളായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് വിശിഷ്ടമായിട്ടുള്ള ഒരു ക്രിയകള് എന്ന് മാത്രം നമുക്ക് കണ്ടാൽ മതി. പിന്നെയോ നാനാധർമ്മ വിധാനേ ചഹ്യനുകൂലോ ഹേയോ, അതായത് ഇതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് വൈശാഖ മാസം. നാനാധർമ്മ വിധാനേ ചഹ്യനുകൂലോ ഹേയം, ഈ കാലത്ത് ഇതിനൊക്കെ അനുകൂലാണ് എന്നാണ് പറഞ്ഞത്. അപ്രയാസേന ലഭ്യാനി ദ്രവ്യാണ്യ സുഖതാം ധ്രുവം. ഈ ഒരു കാലത്ത്, ഇല്ലെങ്കിൽ ഈ ഒരു സീസണിൽ എന്ന് പറയാം, ഓരോരോ സീസണുകളിൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങൾക്കും ധാരാളം കിട്ടും. അതായത് പിന്നെ ഈ ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ധാരാളം മാങ്ങകൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഈ വിഷുവിന്റെ ആ സമയത്തൊക്കെയോ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാവും. അതേപോലെ ഈ ഒരു സമയത്ത്, ഈ ഒരു പിന്നെ വൈശാഖ മാസത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇന്നിപ്പോ ഈ വൃക്ഷങ്ങളും പിന്നെ മറ്റ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും കൊണ്ട് ഭയങ്കര ചൂട് അനുഭവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ തന്നെ, എനക്കിപ്പോ അത്രക്കൊന്നും വയസ്സായില്ല, പക്ഷെ ഇതില് എന്നെക്കാളും പിന്നെ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ഉള്ളവരൊക്കെ ധാരാളം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കാം. നമുക്ക് ചെറുപ്പകാലത്ത് ഇത്രയധികം ചൂടോ അല്ലെങ്കിൽ ജലത്തിന് ഇത്രയധികം ക്ഷാമോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതില് അനുകൂലമാണ് എന്ന് പറയാൻ കാരണം. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചൂട്, വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. ഇന്നത്തെ വൈശാഖ മാസത്തില് അനുകൂലം അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി, അനുകൂലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പിന്നെ അനുകൂലമല്ല എന്ന് പറയാം. എന്താ വെച്ചാൽ ചില സ്ഥലത്തൊന്നും ജലവും ഇല്ല, ചില സ്ഥലത്തൊന്നും എല്ലായ്പ്പോഴും ഭയങ്കര ചൂട്, അങ്ങനെയൊക്കെ കാണും. പക്ഷെ അത് നമ്മളുടെ തെറ്റുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഈ മാസത്തില് എന്തായാലും അതിന് പ്രാധാന്യം കാരണമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്തതിന്റെ കാരണം എന്താ? നമ്മളുടെ ബുദ്ധിമോശം, അല്ലെങ്കിൽ നമ്മളുടെ ഗുരുത്തക്കേട് കൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതില് ഈ വൈശാഖ മഹാത്മ്യത്തിൽ പറയുന്നത് എല്ലാ നാനാധർമ്മ വിധാനേജ, എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ഈ കാലത്ത് അനുകൂലാണ്. അപ്രയാസേന ലഭ്യാനി ദ്രവ്യ, നമുക്ക് പിന്നെ അതായത് ഇനിയിപ്പോ മഴക്കാലം വരാൻ വേണ്ടി പോവാണ്. അപ്പോ എന്താ എല്ലാവരും ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ, കർക്കടക മാസത്തിന്റെ ഒക്കെ അതിനൊക്കെ ശേഷം മഴക്കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അത്യധ്വാനം ചെയ്ത് നമുക്ക് ധാരാളം, കർക്കടകത്തിന് തൊട്ട് മുമ്പേ ധാരാളം പൈസയൊക്കെ ഉള്ള, പഴയ കാലത്തൊക്കെ പറയുമ്പോൾ ധാരാളം പൈസയൊക്കെ ഉള്ള ഒരു സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം. പിന്നെയോ ധാന്യങ്ങളും ഒക്കെയുള്ള ഒരു സമയം തന്നെയാണ്. ഫലങ്ങൾ ധാരാളമായിട്ട് അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിലൊക്കെ ഈ മാങ്ങയൊക്കെ മുറിച്ച് കൊടുക്കുകയും മാങ്ങദാനവും അങ്ങനെയുള്ള ഒരു സമ്പ്രദായങ്ങളൊക്കെ നമ്മളുടെ ഈ വടക്കൻ മേഖലയിലുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഭാഗത്തൊക്കെ ഈ പിന്നെ മാങ്ങ മുറിച്ച് കൊടുക്കുകയും പിന്നെ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഫലങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സമയം തന്നെയാണ്. വിഷ്ണോരാധാരഭൂതാനം തദ്ദ്രവ്യം ധർമ്മസാധനം വസന്തേ സകലം ദ്രവ്യം പ്രാണിനാം തു സുഖാവഹം ദാനയോഗ്യം ധർമ്മയോഗ്യം ഭോഗയോഗ്യം തു സർവശ നിർധനാനാം തു പങ്കാതി വികലാനാം മഹാത്മനാം. പിന്നെയോ ഈ ദ്രവ്യം, അതുപോലെ തന്നെ ഇതൊക്കെ
ദാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു മാസം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാനങ്ങൾക്ക് അതിപ്രാധാന്യമാണ് എന്ന്. വീണ്ടും ഇവിടെ ആ ദാനത്തിന്റെ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വികലാംഗന്മാർക്കും ഒക്കെ പിന്നെ ദാനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ദരിദ്രർക്ക് ദാനം ചെയ്യുക. പിന്നെ മുടവൊക്കെ ഉള്ള അവർക്ക്, പിന്നെ വിഷാദമായിട്ടുള്ള രോഗികൾക്ക്, പിന്നെ മഹാത്മാക്കൾക്ക്, അതായത് പിന്നെ നമ്മളെക്കാളും ആചാര്യന്മാർക്ക്, പിന്നെ പലതരത്തിലുള്ള ആചാര്യന്മാർക്ക്, ഗുരുസ്ഥാനീയർക്ക്, പിന്നെ അങ്ങനെയുള്ളവർക്ക്, അതാണ് ഇതിൽ പ്രത്യേകിച്ച് അവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചധികം, ഒന്നുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു മഹത്വം ഉണ്ടല്ലോ നമുക്ക് ഓൾറെഡി. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ വികലാംഗർക്ക്, പിന്നെ ഇങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് അവർക്കൊക്കെ ചെയ്യാം. ദ്രവ്യാണിച്ച സുലഭ്യാനി ജലാദീനീന സംശയം. ഈ ദ്രവ്യങ്ങളിൽ വെച്ചിട്ട് ഏത് ദാനത്തിനാണ്? അതിന് ഒരു സംശയവുമില്ല, ജലാദീനീന സംശയ, ജലദാനത്തിന് തന്നെയാണ് പ്രാധാന്യം എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് സ്ഥൂണാഘനന്യായേന എന്നൊക്കെ പറയാറില്ല. ഒരു പലതരത്തിലുള്ള ന്യായങ്ങളുണ്ട്. അതിൽ ഉള്ളൊരു ന്യായമാണ് സ്ഥൂണാഘനന്യായം. ഒരു തൂണ് നമ്മൾ കുഴിച്ചിടുമ്പോൾ ആദ്യം ഒന്ന് ഉറപ്പിച്ചു, അത് ചിലപ്പോൾ ഉറച്ചിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കൂടെ ഇളക്കി നമ്മൾ ഒന്നും കൂടെ സ്ഥാപിക്കുന്നത് പോലെ ഇവിടെ വീണ്ടും 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 ഇവിടെ പറയുകയാണ്, വൈശാഖമാസം ദാനത്തിന് അത്രയധികം പ്രാധാന്യമാണ്. എല്ലാവരും പിന്നെ ഈ ഒരു കാലത്ത് ദാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സുഹൃതം ഉണ്ടാവും. പിന്നെയോ ആ ദാനങ്ങൾ ചെയ്യേണ്ടത് മഹാത്മാക്കൾക്കും വികലാംഗർക്കും അതുപോലെ തന്നെ ശ്രേഷ്ഠർക്കും അതുപോലെ തന്നെ ഈ വൈയായിക അനുഭവിക്കുന്നവർക്കും മനസ്സിനുള്ള വിഷമങ്ങൾ അങ്ങനെയുള്ള പ്രയാസമുള്ളവർക്കൊക്കെ ദാനം ചെയ്താൽ എല്ലാവർക്കും ദാനം ചെയ്യണം. പക്ഷെ ഇവർക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിശേഷമുണ്ട്. ബ്രഹ്മചാരിക്കൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വിശേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഏത് പിന്നെ ദ്രവ്യത്തിന് ദ്രവ്യാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജലദാനത്തിന് തന്നെയാണ് പ്രാധാന്യം എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞു. പിന്നെയോ പത്രൈഹി പുഷ്പൈഫലൈരന്യൈഹി, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രൈ പുഷ്പം ഫലം തോയം. എന്താ ഭഗവാന് നമ്മള് അതില് ഇലകൾ കൊണ്ട് പത്രം, കൂവളത്തിന്റെ ഇല തുടങ്ങിയിട്ട് നമുക്ക് ഈ ഭഗവാന് അർപ്പിക്കാൻ അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇലകളൊക്കെയും, പത്രം, പുഷ്പം, പലതരത്തിലുള്ള പുഷ്പങ്ങൾ. പിന്നെയോ ഫലം, ധാരാളം കുറെ പൈസ നമ്മളെ കയ്യിലുണ്ട്, ആ പൈസ ഭണ്ഡാരത്തിൽ ഭഗവാന് സന്തോഷമായി കിട്ടും. വൈശാഖ മാസല്ലേ, കുറെ പൈസ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടേക്കാം എന്ന് വിചാരിക്കുന്ന അത് അത്ര ഭഗവാൻ ഇഷ്ടപ്പെടൂല. അതാണ് ഇവിടെ അത് നമ്മളുടെ മനുഷ്യന്മാരുടെ മനസ്സൊക്കെ ഭഗവാൻ അറിയാലോ. അതുകൊണ്ടായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞത്. പിന്നെ പത്രവും പുഷ്പവും ഫലവും, പിന്നെ അതുകൊണ്ടൊക്കെ അതാണ് എനിക്ക് പ്രിയോക്തിഭി എന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ പ്രിയം. പിന്നെയോ താമ്പൂലം, വെറ്റില, ചന്ദനങ്ങള്, ഗന്ധങ്ങള്, പാദപ്രക്ഷാളനാദിഭി, പിന്നെ പ്രിയമായിട്ടുള്ള പ്രശ്രയാദ്യൈരഹം തേഷാം വരദോഹമിതീരിയം, പിന്നെ പ്രിയമായിട്ടുള്ള വാക്കുകള്, സ്തുതികള്, അതുപോലെ തന്നെ പാദപ്രക്ഷാളനം എന്നെടുത്ത് പറഞ്ഞു. ഇപ്പൊ കാലുകഴുകിച്ചൂട്ട് വിവാദമൊക്കെ കുറച്ച് തണുത്ത ഒരു സമയമാണ്. നമുക്കറിയാം കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് കാലുകഴുകിച്ചൂട്ട് എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ഒരു പലതരത്തിലുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിച്ച് ഇപ്പൊ കുറച്ചൊരു തണുത്തൊരു സമയമാണ്. അപ്പോ നമുക്ക് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പാദപ്രക്ഷാളനാദിഭീ, കാല് കഴുകിച്ച്
ഊട്ടുക പാദപ്രക്ഷാളനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ ഒരു സമ്പ്രദായ പ്രകാരം കാല് കഴുകൽ മാത്രല്ല, എന്നുള്ള ഊട്ടും ദക്ഷിണയും അതും ഒരു പാക്കേജ് ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഈ പാദപ്രക്ഷാളനത്തിലൂടെ അല്ലെങ്കിൽ ഈ വിശിഷ്ടരായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ഇവരുടെ വിശിഷ്ടരായിട്ടുള്ളവരുടെ കാല് കഴുകിച്ച് ആ പാദതീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ സകല ദുരിതങ്ങൾക്കും പരിഹാരാവും എന്ന് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു പരിഹാര കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഈ പ്രേത വേർപാട് ക്രിയകളിലും മറ്റ് പല പ്രതിഷ്ഠാദി ക്രിയകളിൽ വരെ ഈ കാല് കഴിക്കുന്ന സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഈ പാദപ്രക്ഷാളനത്തിന് നമ്മളുടെ ഈ ഒരു ക്രിയകളൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താല് പ്രശ്രയാദ്യൈരഹം തേഷാം വരദോഹമിതീര്യം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അനുഗ്രഹം ഉണ്ടാവും അത്രേ എന്ന് ഭഗവാൻ ഒരു സംശയവുമില്ല. എൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. പത്രം ഇലകൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ചന്ദനാദികൾ കൊണ്ടും പാദപ്രക്ഷാളനം കൊണ്ടും താമ്പൂലം കൊണ്ടും മാലകൾ കൊണ്ടും പ്രിയമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും ഇതൊക്കെ കൊണ്ട് എൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാവുമെന്ന് എടുത്ത് പറയുന്നുണ്ട്. പിന്നെയോ അടുത്ത് നോക്കാം. വനാനി സർവത പശ്യൻ വികസ കുസുമാനി ച ദൃഷ്ടപുഷ്ടജനാകീർണം മത്താനി ദ്വിജസേവിതം ആശ്രമാണം മഹാർഹാണം വനഗ്രാമ നിവാസിനം പ്രാഗ്നാദി രമ്യാണി സ്ഥലാനി ച രമായൈ ദർശയൻ വിഷ്ണു സഹ ദേവേർമുനീശ്വരൈ സിദ്ധചാരണൻ ഗന്ധർവൻ കിന്നരൻ രാക്ഷസൻ തുടങ്ങിയിട്ടുള്ള, അതായത് ഈ ഗ്രാമവാസികളെയും അതുപോലെ തന്നെ ആശ്രമങ്ങളുടെ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അത്രേ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും പൂർണ്ണമായിട്ടും ഉണ്ടാവും. പിന്നെ ഈ മാസത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തരത്തിലുള്ള സുഹൃതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവും. പിന്നീട് തഥാ വിഷ്ണു സ്വകീയാനം വൈശാഖേ മാധവാഗമേ സദര്യാ കുർവതാം പുംസാം ദദാദിഷ്ടാൻ മനോരഥാൻ അകുർവതാം തഥാ പുംസാം ധനാദീനി ഹരത്യയം ധർമ്മ ഗോപ്തുർമഹാവിഷ്ണുർദേവദേവസ്യ ശാർഗിണ പരീക്ഷാകാലയേവായം തസ്മാം മാസോത്തമോ വയം. ഈ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഭഗവാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ ദേവൻ, മുനീശ്വരൻ, സിദ്ധൻ, ചരൺ, ഗന്ധർവൻ, കിന്നരൻ, നാഗൻ, രാക്ഷസൻ ഇവരെയൊക്കെ ഈ സമയത്ത് സ്തുതിക്കാൻ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും. ലക്ഷ്മി സഹിതനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം, കർമ്മലോപത്തിനുള്ള അനുഗ്രഹം ഒക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വൈശാഖത്തില് കുങ്കുമം പൂജിക്കുകയും അതായത് ചലിക്കുന്ന വിഗ്രഹരൂപം, അതായത് തേവാരബിംബം എന്നൊക്കെ നമുക്ക് ഇന്ന് പറയാം, അങ്ങനെയുള്ളവരെയൊക്കെ സേവിക്കുക. അത് ചെയ്യാതിരിക്കുന്നവർക്ക് ആ ഭഗവാന്റെ ശിക്ഷ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഹൃതം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിൽ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് ഓരോരോ വേർഡായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ആശയം. അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട്
ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇന്നലെ വരെ ഓരോരോ ഇതായിട്ടാണ് പറഞ്ഞു പോയത്, ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അത് വളരെ ഗംഭീരായിട്ട്, അതായത് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊക്കെ സംസ്കൃതത്തില് അത്രയധികം പാണ്ഡിത്യമുള്ള ഓരോരോ വാക്കുകൾക്കും അവര് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പിന്നെ കേൾക്കാൻ വേണ്ടി പറ്റി, ആസ്വദിക്കാൻ വേണ്ടി പറ്റി, മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇങ്ങനെയുള്ള പ്രഭാഷണത്തിലൂടെയൊക്കെ നമ്മളുടെ ലക്ഷ്യം അത് തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇപ്പം വൈശാഖ മാസം നടക്കുകയാണ്, നമുക്ക് എന്താക്കാം, ഒരു വിഷ്ണു പൂജ നമുക്ക് നമുക്ക് ഇപ്പൊ പഠിച്ചിട്ടുണ്ടല്ലോ എന്തായാലും വിഷ്ണു പൂജ. അന്നേരം നമുക്ക് എന്താക്കാം, ശനിയോ ഞായറോ ആൾക്കാരെല്ലാവർക്കും കൂടെ സൗകര്യം ഉണ്ടാവുമല്ലോ. അന്നേരം നമുക്ക് ഞായറാഴ്ച തന്നെ, ഈ വരുന്ന ഞായറാഴ്ച ഒരു ചെറുങ്ങനെ വിഷ്ണു പൂജ തേവാരത്തില് നെയ്യല്ലേ കഴിക്കലുള്ളൂ. അല്ലെങ്കിൽ തേവാരമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്വസ്തികല്ലിട്ട് തലേന്നാള് വൈകുന്നേരം എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരു ചെറിയ സ്വസ്തികല്ലിട്ട് നമുക്കെല്ലാം ഒരുക്കി പിറ്റേന്നാള് രാവിലെ എന്താക്കാം, വിഷ്ണു പൂജയെല്ലാം കഴിച്ച് ഒരാളെങ്കിലും കാല് വെച്ച് നമുക്കത് ചെയ്തു നോക്കാന്ന് നമുക്ക് തോന്നും. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത്രയധികം മഹാത്മ്യം ഉണ്ട് എന്ന് ധരിച്ചില്ല എന്തായാലും ഈ വൈശാഖ മഹാത്മ്യം. ഇവരെല്ലാം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്കത് ചെയ്തു നോക്കാന്ന് തോന്നും. അങ്ങനെ എന്താവും, ആ ഒരു പൂജ നമ്മൾ ചെയ്തിട്ട് പിന്നെ കാല് കഴിക്കാൻ നമ്മ രണ്ടോ മൂന്നോ ആളെ പിന്നെ വിളിക്കും. അവർ കാല് കഴിക്കുമ്പോ അവർക്ക് തന്നെ ഒരു നാണൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മ ഇങ്ങനെ വെറുതെ കാല് കഴിക്കല് മാത്രമല്ല, നമ്മളില്ലത്തൊന്നും നടത്താണ് നമ്മ ഇങ്ങനെ പോയിട്ട് അതൊരു ശരിയില്ലല്ലോ. അന്നേരം നമുക്ക് ഇല്ലത്ത് നടത്താന്ന് പറഞ്ഞിട്ട് അവര് നടത്തും. അത് കൂടാണ്ട് ഇവര് ഇത് നടത്തുമ്പോ എന്തായാലും പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. വൈശാഖ മാസത്തിൽ ഇന്ന് ഇല്ലത്ത് നടന്ന വിഷ്ണു പൂജയും കാലുകഴിച്ചിട്ടു. ഇത് കാണുമ്പോ എന്താവും, ബാക്കിയുള്ളവർക്കും ഇങ്ങനെ നമുക്ക് ഈ ഒരു വൈശാഖ മാസം ശരിക്കും ഒരു ഉപാസനാ കാലഘട്ടമായിട്ട് തന്നെ നാളെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാവർക്കും ഈ പലതരത്തിലുള്ള കുടുംബത്തിലും ഉണ്ടാവുന്ന ആ സുഹൃതക്ഷയത്തിന് ഒരു മാറ്റം ഉണ്ടാവട്ടെ. നമ്മൾക്കും നമ്മളുടെ സന്താനം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താവും, പിതൃക്കൾക്കും ഭയങ്കര സന്തോഷം. നമ്മളെ കുഞ്ഞുങ്ങൾ വൈശാഖ മാസത്തിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ എന്താവും, നമുക്ക് ശ്രാദ്ധകാലം ശ്രാദ്ധമെല്ലാം നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഈ വൈശാഖ മാസത്തിലൊക്കെ ഉപാസിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സ് മാറും. ചാത്തു കൂട്ടാൻ തോന്നും. പിറന്നാളിന് വിശേഷമായിട്ട് വിഷ്ണു പൂജ കഴിക്കാൻ തോന്നും. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ക്രിയകളൊക്കെ ചെയ്ത ഈ വൈശാഖ മാസത്തിൽ നിത്യം വിഷ്ണുവിനെ ആരാധിക്കുകയും ഒരു 10 മിനിറ്റ് വിഷ്ണു സഹസ്രനാമം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ പുസ്തകം നോക്കി ഒന്ന് ഒരു 10 ആദ്യം ചെല്ലുമ്പോൾ ചിലപ്പോൾ 20-25 മിനിറ്റ് ആവും. രണ്ടാമത് ചെല്ലുമ്പോൾ 24 മിനിറ്റ് ഉണ്ടാവും. മൂന്നാമത് ചെല്ലുമ്പോൾ 23 മിനിറ്റ്. അങ്ങനെ കുറഞ്ഞ ശരിക്കും അവസാനമാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സഹസ്രനാമം ചൊല്ലിട്ട് തരാനാവും. ഒരു 108 വിഷ്ണുവിന് സാധാരണ ജപം കൂടാണ്ട് ഛന്ദസ് തൊട്ട് 108 ഒരു വിഷ്ണുവിന്റെ മന്ത്രം ജപിക്കുക. തേവാരുള്ളവരാണെങ്കിൽ വിശേഷമായിട്ട് ഒരു 108 ഒരു അധികം മൂലം കൊണ്ടോ പുരുഷ സൂക്തം കൊണ്ടോ അറിയുന്ന മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ വൈശാഖ മാസത്തിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് മാറും. പിന്നെ ഇങ്ങനെ ഒരു സുഹൃതം എന്തായാലും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും. എന്തായാലും എനിക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം എന്താ പറഞ്ഞത്, പ്രപഞ്ച സൃഷ്ടി ആണ് പറഞ്ഞത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പിന്നെ ഭഗവാന്റെ നാഭിയിൽ നിന്നും സ്വർണ്ണ താമരയുണ്ടായി. എന്നിട്ടോ സ്വർണ്ണ താമരയിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവ് ശരിക്കും വിരാൾ സ്വരൂപം തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ വിരാൾ സ്വരൂപം പിന്നെ 14 ലോകങ്ങൾ സൃഷ്ടിച്ചു. 14 ലോകത്തുനിന്ന് എന്തായി, പിന്നെ ലോകം മാത്രം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, അതിനൊക്കെ ജീവജാലങ്ങളും പ്രാണിയും ഒക്കെ വേണം. അതൊക്കെ ഉണ്ടാക്കി. പിന്നെയോ 4 വേദങ്ങൾ ഉണ്ടാക്കി, ഇതിഹാസം ഉണ്ടാക്കി, സ്മൃതി ഉണ്ടാക്കി, പുരാണങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഋഷിവര്യന്മാരെ നിയോഗിച്ചു. അവർക്കതിന് വേണ്ട അനുഗ്രഹം കൊടുത്തു. അവരത് ഉണ്ടാക്കി. പിന്നെയോ വർണ്ണാശ്രമങ്ങൾ 4 തരത്തിലുള്ള വർണ്ണങ്ങൾ ഉണ്ടാക്കി. പിന്നെ അവർക്ക് വേണ്ടുന്ന പിന്നെ ധർമ്മങ്ങൾ ഒക്കെ കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഋഷിവര്യന്മാരും ബാക്കി അവരെയൊക്കെ നിയോഗിച്ചു. പക്ഷെ ഇതൊക്കെ ഈ ഋഷിവര്യന്മാര് നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താവും, ഭഗവാൻ
പിന്നെ അത് പ്രജകൾക്കെല്ലാം സൗഖ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എന്തായാലും ഭഗവാനും വരും. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ തന്നെ അവതരിക്കുകയും പിന്നെ ഇവിടെ കണ്ട കാഴ്ച ഒക്കെ ഇന്നത്തെ അതേ അവസ്ഥ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ അതേ അവസ്ഥ, ഇതൊക്കെ കണ്ടിട്ട് ഭഗവാന് കോപവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായി. എന്നിട്ടോ പിന്നെ എന്നിട്ട് ഭഗവാൻ ഈ സുഹൃതത്തിനൊക്കെ സുഹൃതക്ഷയത്തിന് പരിഹാരം എന്നുള്ളോണം ആണ് പറഞ്ഞത് ബാക്കിയുള്ള ഈ വൈശാഖ മഹാത്മ്യത്തില്. പിന്നെ ആദ്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ എടുത്തു പറഞ്ഞു, ദാനങ്ങളും മറ്റും ഒക്കെ ചെയ്താൽ മതി, എന്നാൽ എൻ്റെ അനുഗ്രഹം എല്ലാം ഉണ്ടാവും. ചെയ്യാത്തവർക്ക് എൻ്റെ പിന്നെ ശാപം എന്നല്ല, ഒരു ഭഗവാന്റെ പ്രസാദം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത്രയുമാണ് ഈ 5-ാമത്തെ അധ്യായത്തില് വളരെ വ്യക്തമായി ഭഗവാൻ നമുക്ക് വേണ്ടി വ്യക്തമായി പറഞ്ഞു തന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വേർഡ് വേർഡായിട്ടുള്ള അർത്ഥമല്ല പറഞ്ഞത്, ഞാൻ ഒരു ഭാഗത്തിന് ഒന്നാകെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇതിനൊരു അവസരം തന്നതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക്